തിരുവനന്തപുരം പാളയം മാർക്കറ്റിലെ അനധികൃത നിർമ്മാണങ്ങൾ കോർപ്പറേഷൻ അധികൃതർ പൊളിച്ചു നീക്കുന്നു. എസ് വിനേഷ് കുമാർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിനേഷ്, വിവരങ്ങൾ. തിരുവനന്തപുരത്ത് പാളയം മാർക്കറ്റിലെ അനധികൃത നിർമ്മാണങ്ങളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. കോർപ്പറേഷൻ അധികൃതർ എത്തിയാണ് ഈ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ച് നീക്കുന്നത്. പോലീസ് സംഘം അവിടെയുണ്ട്. അവർ ഈ പ്രവൃത്തി ചെയ്യുന്നവർക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ട്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് പോലീസിനെ അവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. JCB ഉപയോഗിച്ചാണ് അനധികൃത നിർമ്മാണങ്ങൾ ഇപ്പോൾ പൊളിച്ചു നീക്കിക്കൊണ്ട് ഇരിക്കുന്നത്. ആ പ്രവൃത്തി മുന്നോട്ട് പോവുകയാണ്. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനേഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, തിരുവനന്തപുരം പാളയത്തുള്ള അനധികൃത നിർമ്മാണം ആണ് ഇപ്പോൾ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ അധികൃതർ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് പൊളിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെയുള്ളത് ചിക്കൻ സ്റ്റോളുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതാണിപ്പോൾ പൊളിച്ചു നീക്കുന്നത്. ഇതെല്ലാം തന്നെ അനധികൃത നിർമ്മാണമാണ് എന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. കൃത്യമായി തന്നെ ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒഴിഞ്ഞു പോകാൻ തയ്യാറാവാത്തൊരു സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ അങ്ങനെ പൊളിക്കൽ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ നിർമ്മാണങ്ങൾ, അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കെട്ടിടത്തിനോട് ചേർന്നുകൊണ്ട്, ഈ കെട്ടിടത്തിലാണ് സാധാരണ നിലയിൽ ഈ ചിക്കൻ സ്റ്റോളും അതുപോലെ തന്നെ മട്ടൻ, ബീഫ് സ്റ്റോളുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. അതിനോട് ചേർന്നുള്ള ചെറിയ നിർമ്മാണങ്ങളാണുള്ളത്. അതായത് ഈ ടിൻഷീറ്റും മറ്റും മറച്ചു കെട്ടിക്കൊണ്ടും ഉള്ള ചെറിയ നിർമ്മാണങ്ങളാണുള്ളത്. ഈ നിർമ്മാണങ്ങളാണ് അനധികൃതം എന്ന് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇത് പൊളിച്ചു നീക്കുന്ന ഒരു നടപടി ആരംഭിച്ചത് അല്പസമയം മുമ്പാണ്. പക്ഷേ കോർപ്പറേഷൻ സെക്രട്ടറിയോ മേയറോ ഉൾപ്പെടെയുള്ള ആളുകളില്ല. ഹെൽത്ത് വിഭാഗമാണ് ഉള്ളത്. കോർപ്പറേഷനിലെ ഹെൽത്ത് വിഭാഗമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട്. പക്ഷേ ആരുടെയും പ്രതിഷേധമോ മറ്റോ ഒന്നുമില്ല, ആരും തടയാനുമില്ല. കാരണം ഇവിടെയുള്ളവർ യഥാസമയം തന്നെ ഇത് പൊളിച്ചു നീക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ അവർ മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ ഒരു കെട്ടിടങ്ങൾ, അതായത് ഈ ഒരു ഷെഡുകൾ പൊളിച്ചു വെക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ശരി. തിരുവനന്തപുരത്താണ്, അവിടെ പാളയത്ത് അനധികൃത നിർമ്മാണങ്ങൾ അത് നീക്കം ചെയ്യുകയാണ്. എസ് വിനേഷ് കുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.